ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വന്നിരിക്കുന്നതിന്റെ ദാസൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾക്ക് കഴിയാതെ ഇരുന്നപ്പോൾ വ്യർത്ഥവും മൃദുപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കുഞ്ഞാടായി 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപേ കന്യക മറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി നമ്മൾക്കെല്ലാവർക്കും സമനായ മനുഷ്യനായി ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിവർത്തിച്ച് നന്മ സുവിശേഷിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കി, ബദ്ധന്മാർക്ക് വിടുതൽ നൽകി, അന്ധർക്ക് കാഴ്ച നൽകി, മരിച്ചവരെ ഉയർപ്പിച്ച് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മൂന്നാണിമേൽ മുൾക്കിരീടധാരിയായി മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി 3-ാം ദിവസം മഹിമയോടെ ഉയർത്തെഴുന്നേറ്റ അനന്തരം 40 നാൾ പിന്നെയും ഭൂമണ്ഡലത്തിൽ ആയിരുന്ന അനേകർക്ക് പ്രത്യക്ഷനായി താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിച്ചനന്തരം ശിഷ്യന്മാർ കാണെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയും വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്ത് തന്റെ മണവാട്ടിയാകുന്ന സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും തന്നിൽ വിശ്വസിച്ച് തന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കുവാൻ തക്കവണ്ണം എത്രയും വേഗം കാഹളധ്വനിയോട് പാപം കൂടാതെ രണ്ടാമതും മധ്യാകാശത്തിലും പ്രത്യക്ഷനാകുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സഹോദരൻ ഫിലിപ്പ് നിന്റെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച അനന്തരം ദൈവ വഴികളിൽ നടന്നുകൊള്ളാമെന്നും വിശുദ്ധന്മാരോട് കൂടെ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ദൈവ വചനം കേട്ട് കർത്താവിന്റെ സാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്നും ദൈവസഭയ്ക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല എന്നും നിന്നെ രക്ഷിച്ച ഈ കർത്താവിനെ കുറിച്ച് നിന്നാരാവോളം നിന്റെ സമസൃഷ്ടങ്ങളോട് സുവിശേഷം അറിയിച്ചു കൊള്ളാമെന്നും നിനക്ക് ലഭിക്കുന്ന ഭൗതിക നന്മയിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്നാരാവോളം കൊടുത്തുകൊള്ളാമെന്നും ഈ നിൽക്കുന്ന ദൈവസഭയുടെയും കർത്താവിന്റെയും സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നീ പ്രതിജ്ഞ എടുക്കുന്നുവോ? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസത്തിന്റെയും സാക്ഷ്യാവചനത്തിന്റെയും മുദ്രയിന്റെ മശിഹായുടെ അന്ത്യകൽപ്പന പ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ദൈവമേ നിന്റെ കൃപയിൽ നിലനിർത്തണമേ. മരണപര്യന്തം നീ വിശ്വസ്തനായി ജീവിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും.